കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് നെറ്റ് ഇത്തിരി ക്ലിയർ ആവുന്നുണ്ടോ? താങ്ക് യു. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവ് നമ്മളെ കൂട്ടിവരുത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് സജി പാസ്റ്റർ, കൂടെ നിൽക്കുന്ന അഭിഷിക്തന്മാര്, ശാലം ഗ്ലോബൽ ഫാമിലി, എല്ലാവർക്കുള്ള സ്നേഹാന്തരത്തെ അറിയിക്കുന്നു. ഞാൻ അധികം ഈ സൂം മീറ്റിങ്ങിൽ കയറിയിട്ടില്ല, പക്ഷെ ഇന്നങ്ങനെ ഒരു അവസരമായിട്ട് ദൈവത്തിന്റെ നിയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ചു നേരം വചനത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ മാത്രം ആഗ്രഹിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ എങ്ങനെയാണോ ലീഡ് ചെയ്യുന്നത് അതുപോലെ പോവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ അടുത്ത് എന്നെ കർത്താവ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അത് മാത്രം ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മിനിസ്ട്രി, നമ്മളെല്ലാവരും ഞങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിഖിൽ പാസ്റ്റർ ഒരു ശുശ്രൂഷയില് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, എല്ലാവരും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞാൽ, വർക്ക് ചെയ്യുന്നവര് പോലും, എന്തെങ്കിലും ജോലി ചെയ്യുന്നവരും ആണെങ്കിൽ പോലും അവരും ഫുൾ ടൈം മിനിസ്ട്രി ചെയ്യുന്നവരാണ്. അവരെ ജോലിയാണ് പാർട്ട് ടൈം. മിനിസ്ട്രി എന്ന് പറയുന്നത് എല്ലാവരും ഫുൾ ടൈമായി ചെയ്യുന്ന, അങ്ങനെ ഞാൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അതൊരു വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതെന്താണ്, അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അതൊരു ദൈവം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുകയാണെങ്കിൽ, വളർത്തുകയാണെങ്കിൽ, അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും. കാരണം പൗലോസ് എപ്പോഴും തന്റെ ലേഖനങ്ങളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വിളിച്ച ഒരു കോളിംഗ് ഉണ്ട്. അതുപോലെ പത്രോസും പറയുന്നുണ്ട് അതിനെപ്പറ്റി. നിങ്ങളെ വിളിച്ച കോളിങ്ങിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു ജീവിതം നയിക്കണം. അപ്പോ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോ കൂടുതലും നമ്മൾ കേൾക്കുന്നത് കോളിംഗ് എന്ന് പറയുന്ന മിനിസ്ട്രി കോളിംഗ് ആണ്. പക്ഷെ സത്യത്തിൽ ഒരു ലൈഫിനുള്ള കോളിംഗ് ആണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് ആ കോളിങ്ങിനനുസരിച്ചൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോ അതിനു വേണ്ടി നമ്മള് തന്നെ വളരുകയും നമ്മളെ തന്നെ സമർപ്പിക്കുകയും നമ്മൾ പഠിക്കുകയും ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നു ഈ സമയങ്ങളിൽ, ഈ ഒരു അന്ത്യകാലം എന്നൊക്കെ നമ്മൾ പറയുന്ന ടൈം ആയിട്ടുള്ള ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ചില വചനവും ആ ഒരു വേർഡിന്റെ അത് കർത്താവ് തുറക്കുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തുറക്കുകയാണെങ്കിൽ അങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എങ്ങനെയാണെങ്കിലും ആ വചനത്തെ നമ്മുടെ ഹൃദയങ്ങളിൽ നടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ, പരിശുദ്ധാത്മാവ് അങ്ങനെ ചെയ്യട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുക. ഞാൻ ഈ വേർഡിലേക്ക് പയ്യെ കടക്കുകയാണ്. അതിനെ എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ പരിശുദ്ധാത്മാവ് എങ്ങനെ നമ്മളെ ഗ്രഹിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമുക്ക് ഒരുമിച്ച് അത് ചിന്തിക്കാം. ഈ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും എത്ര പേര് അത്ര ആഗ്രഹത്തോടെ വായിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അദ്ദേഹത്തിന്റെ ലേഖനങ്ങള് പഠിക്കാനും ഗ്രഹിക്കാനും
അതിലിങ്ങനെ നമ്മളെ ധ്യാനിക്കാനും വളരാനും പറ്റുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു ഗ്രോത്തിലേക്ക്, വളർച്ചയിലേക്ക്, ദൈവം നമ്മളെ വളർത്തുന്ന വളർച്ചയിലേക്ക് നമുക്ക് വളരാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു നമ്മളെ ചെക്ക് ചെയ്യണം. നമ്മുടെ സമയം എല്ലാരും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മൾ എത്ര വർഷമായി വീണ്ടും ജനിച്ചിട്ട് അല്ലെ, രക്ഷിക്കപ്പെട്ടിട്ട് അല്ലെ. ആ ഒരു ആ ഒരു വർഷ കാലഘട്ടം എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ അത്രയും കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഉപദേഷ്ടാക്കന്മാരാവേണ്ട കാലമായി. അപ്പൊ എവിടെയാണ് നമ്മള് ഈ വളരാനുള്ള മേഖലകളെ നമ്മൾ തുറന്നു കൊടുക്കേണ്ടത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ തുറക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് അങ്ങനെ നമുക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സത്യം തുറക്കുമ്പോ അതിനെ അതുപോലെ വിശ്വസിക്കാൻ, കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ മുൻവിധികളും മാറ്റിവെച്ച് ഇപ്പൊ ഒരു സത്യം കർത്താവ് തുറന്നാൽ സത്യത്തിന് വേണ്ടി നിൽക്കാൻ, അസത്യമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അപ്പോ അത് വചനത്തിൽ നിന്നാകാം, ഒരു അഭിഷിക്തനിലൂടെ തുറക്കുന്ന ഒരു സത്യമായിരിക്കാം. യേശു കർത്താവ് പറഞ്ഞതുപോലെ സത്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുൻപ് തുറന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ആ സത്യത്തെ അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റും. ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, യേശു കർത്താവ് അനുഭവിച്ച ഫ്രീഡം നമ്മൾ അനുഭവിക്കണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ, ഞാൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതം സത്യത്തിൽ നിലനിൽക്കണം, സത്യമായി നിലനിൽക്കണം. അപ്പൊ സത്യമാണ് നമ്മുടെ ജീവിതമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഫ്രീഡം ഉണ്ടാവും, സ്വാതന്ത്ര്യം ഉണ്ടാവും. ഇന്നും നമ്മൾ അനേക വർഷങ്ങളായി വീണ്ടും ജനിച്ചവരാണെങ്കിലും കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പാരമ്പര്യം ഉണ്ടെങ്കിലും, ചർച്ചിന്റെ ഏറ്റവും നല്ല ചർച്ചിലാണെങ്കിലും ഏറ്റവും നല്ല അഭിഷിക്തന്റെ കീഴിലാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മൾ ഇന്നും സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അറിഞ്ഞ പല സത്യങ്ങളും നമ്മൾ പിന്തുടരുന്നില്ല, അല്ലെങ്കിൽ ആ സത്യത്തെ നമ്മുടെ ജീവിതം ആ സത്യമായി മാറിയിട്ടില്ല. അപ്പോ അതിനു വേണ്ടി നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ അറിഞ്ഞ ഏതെങ്കിലും ഒരു സത്യത്തിലെങ്കിലും എനിക്ക് നിലനിൽക്കണം. ഒരുപാട് അറിയാൻ പറ്റിയില്ലെങ്കിലും, ഒരുപാട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും, ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയില്ലെങ്കിലും, ഗ്രഹിച്ച ഒരു കാര്യത്തിൽ നിലനിൽക്കണം. അറിഞ്ഞ ഒരു സത്യത്തിൽ നിലനിൽക്കണം. അത് നമ്മുടെ ഭയങ്കര ഫ്രീഡമായി മാറും. അത് നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര സ്വാതന്ത്ര്യമായി മാറും. അത് നമ്മുടെ മനസ്സിന് സ്വാതന്ത്ര്യം തരും, നമ്മുടെ ശരീരത്തിന് സ്വാതന്ത്ര്യം തരും. ആ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ, ആ സത്യമായി നിൽക്കാൻ നമുക്ക് പറ്റണം. അപ്പോ നമ്മൾ ഈ വചനം തുറക്കുന്ന സമയത്തും കേൾക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഇതെല്ലാം വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥന, ഞാൻ അറിയാത്ത ട്രൂത്തുകൾ ഇനിയുണ്ട്, ഞാൻ അറിയാത്ത സത്യം ഇനിയുണ്ട്, ആ സത്യത്തെ എനിക്ക് അറിയാൻ പറ്റണം. കാരണം ആ സത്യമാണ് നമ്മളെ ലിബറേറ്റ് ചെയ്യുന്നത്, ആ സത്യമാണ് നമുക്ക് ഫ്രീഡം നൽകുന്നത്. അപ്പൊ ഇനിയും എനിക്ക് ഈ വേർഡ് അല്ലെങ്കിൽ വചനം എന്ന ട്രൂത്ത് അറിയാനുണ്ട്. യേശു കർത്താവ് താൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തില് അദ്ദേഹം ഇങ്ങനെ യേശു പറയുന്ന, എന്റെ വചനം സത്യമാകുന്നു, ആ വചനം കൊണ്ട്, ആ സത്യം കൊണ്ട് ഇവരെ വിശുദ്ധീകരിക്കണമേ എന്ന് യേശു കർത്താവ് തന്റെ പിതാവിനോട് നമുക്ക് വേണ്ടി, തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി, അപ്പോസ്തലന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോ അതിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും, വചനമാണ് സത്യം, വചനം സത്യമാണ്. അപ്പോ വേർഡ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ സത്യമില്ല. നമ്മുടെ ജീവിതത്തിൽ സത്യമില്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോ ഇത് നമ്മുടെ ഉള്ളിൽ ഗ്രഹിക്കണം. നമ്മള് എത്ര വർഷമായെന്നുള്ളത് ദൈവത്തിനും വിഷയമല്ല,
മറ്റാർക്കും വിഷയമല്ല. ദൈവത്തിന്റെ വിഷയം നീ അറിഞ്ഞ ഒറ്റ സത്യത്തിലെങ്കിലും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ സ്വാതന്ത്ര്യം, അതിന്റെ ഫ്രീഡം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു ഒറ്റ സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ ഫ്രീഡം നമ്മൾ അനുഭവിക്കണം, അതിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കണം. അതാണ് വചനത്തിന്റെ ഒരു വചനത്തിൽ പറയുന്നത് പോലെ വചനത്തിന് ബന്ധനമില്ല. വചനത്തെ ആർക്കും ഒരു ചെയിനിട്ട് ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ കാരണം അതൊരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യം ജീവിതങ്ങളിൽ തുറക്കുന്നതാണ് വചനം. കാരണം വചനം ട്രൂത്താണ്, വചനം സത്യമാണ്. അപ്പോ നമ്മൾ ഈ ദിവസങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ വചനധ്യാനത്തിലൊക്കെ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇനിയും സത്യം ഉണ്ടെങ്കിൽ തുറക്കണം. ആ സത്യം ആണെങ്കിൽ ഒരു അഭിഷിക്തം നമ്മുടെ അടുത്ത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത ഒരു വെളിപ്പാട് പറയുമ്പോഴും അങ്ങനെ ഒരു റെവലേഷൻ പറയുമ്പോൾ പോലും നമ്മള് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവെ ഇതില് സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിലനിൽക്കണം. ഇത് എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ആ സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അതിനെ മുറുകെ പിടിക്കണം. ആ വെളിപ്പാടിന് വേണ്ടി എനിക്ക് നിൽക്കണം സത്യം ഉണ്ടെങ്കിൽ. കാരണം യേശു കർത്താവ് താൻ ആയിരുന്ന സമയത്ത്, താൻ മിനിസ്ട്രി ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരുപാട് ടീച്ച് ചെയ്തു, ജനങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ യഹൂദന്മാരായവര്, തന്റെ ശിഷ്യന്മാരായവര് ഒരുപാട് പേരുമായിട്ട് താൻ സംസാരിച്ചു. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, ഭൂരിഭാഗം പേർക്കും അദ്ദേഹം പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്നല്ല, അവർ അതിനെ ഗ്രഹിച്ചില്ല. താൻ പറഞ്ഞ ഒരു ഉപമ പോലെ അത് എവിടേക്കോ വഴിയരികിൽ വീണുപോയി, അല്ലെങ്കിൽ മുള്ളിനിടയിൽ വീണുപോയി, പാറസ്ഥലത്ത് വീണുപോയ വിത്ത് പോലെയായിപ്പോയി. ഗ്രഹിക്കാൻ കഴിയാതെ ഈ യഹൂദന്മാരാണെങ്കിലും തന്റെ ശിഷ്യന്മാരടക്കം അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി. പക്ഷെ അവരൊന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരിങ്ങനെ ഒരു പ്രാർത്ഥന ഉണ്ടായി, ഇദ്ദേഹം പറയുന്നതിൽ ഒരു സത്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തണം, അതിൽ ഞങ്ങൾക്ക് ജീവിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേര് ആ കാലഘട്ടത്തിൽ യേശു കർത്താവിന് വേണ്ടി നിന്നേനെ, സത്യത്തിന് വേണ്ടി നിന്നേനെ. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തൊരു തലമുറയായിരുന്നു ആ ടൈമിലുണ്ടായിരുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. കാരണം അവർക്ക് യേശു ചെയ്ത അത്ഭുതങ്ങൾ പെട്ടെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റി. അല്ലെങ്കിൽ യേശു തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ അപ്പം കൊടുത്തത് കൊണ്ടാണ് നിങ്ങൾ എൻ്റെ പുറകെ വന്നത്. അപ്പോ അങ്ങനെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു യേശു കർത്താവിന്റെ ടൈമിലും. അവരെ സംബന്ധിച്ച് അവർക്ക് സത്യം എന്നുള്ളത് ഒരു പ്രശ്നമല്ല, അവർക്ക് ആ സത്യമല്ല വിഷയം. അവർക്ക് ഇന്ന് ജിപ്പാസ്റ്റർ ശുശ്രൂഷ സമയത്ത് എടുത്ത ഒരു വചനമായിരുന്നു, യഹൂദന്മാരും ഇവര് അടയാളം അന്വേഷിക്കുകയാണ്. ഈ തലമുറ എന്ന് പറയുന്നത് ഒരു അടയാളത്തെ അന്വേഷിക്കുകയാണ്. ഇവർക്ക് എന്തെങ്കിലും കാണാൻ ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ യേശു കർത്താവ് തുറന്ന സത്യമായിരുന്നു. പക്ഷെ അതിനെ ഇവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോ അതന്ന് അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പൗലോസ് തന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ അവർക്കത് പിടികിട്ടിയായിരുന്നെങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ അവർ ക്രൂശിക്കില്ലായിരുന്നു എന്ന് പറയുന്ന പോലെ ആ ഒരു ജനറേഷൻ സത്യത്തിന് വേണ്ടി നിലനിന്നേനെ. ഇതുപോലെ ഇതിന്റെ വേറൊരു തലത്തിലാണ് ഇന്നും നമ്മുടെ കാലഘട്ടത്തിലും നമ്മുടെ ഈ ജനറേഷനിലും സംഭവിക്കുന്നത്. സത്യം അറിയണം എന്നുള്ള ആഗ്രഹം, അതിനോടുള്ള ഒരു വാഞ്ച എത്ര പേർക്കുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതിനു വേണ്ടി നിൽക്കുന്ന ഒരു ജനറേഷന് വേണ്ടി മാത്രമേ പൗലോസിനൊക്കെ തുറന്നു കൊടുത്തതുപോലെ കർത്താവിന്റെ ഓരോ ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും തുറന്നു കൊടുത്തതുപോലെ സത്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടുകയുള്ളൂ. അത് ഏത് ചെറിയൊരു വ്യക്തി നമ്മളോട്, ഏതൊരു കുഞ്ഞ് നമ്മളോട് ഒരു സത്യം വെളിപ്പെടുത്തിയാലും
നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, പറയണം, ദൈവമേ ഇത് സത്യം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ നിലനിൽക്കണം, ഈ സത്യമാണെങ്കിൽ നീ എനിക്ക് വെളിപ്പെടുത്തണം. ഇങ്ങനെ ഒരു ആഗ്രഹം, ഇങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര എൻകൗണ്ടറുകൾ, ഭയങ്കരമായ ഷിഫ്റ്റിങ്ങുകൾ, ഭയങ്കരമായ ചേഞ്ച് ഓവറുകൾ സംഭവിക്കും. സത്യത്തിൽ നമ്മള് നിന്നിടത്ത് തന്നെ നമ്മൾ നിൽക്കാൻ കാരണം നമ്മൾ അറിഞ്ഞ ഒരു ട്രൂത്തിൽ, അറിഞ്ഞ പല ട്രൂത്തുകളിലും നമ്മൾ നിലനിന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ ഗ്രഹിച്ച് അതിനനുസരിച്ച് ഒരു ലൈഫ് നമ്മളിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ടാണ് പല അറിഞ്ഞ ട്രൂത്തുകളിലും നമുക്ക് നിലനിൽക്കാൻ കഴിയാതെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ നിന്നിടത്ത് തന്നെ നമ്മൾ ഇപ്പോഴും നിൽക്കുന്നതിന് കാരണം നമ്മൾ അറിഞ്ഞ പല ട്രൂത്തുകളിലേക്കും നമുക്ക് നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കാൻ, നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാൻ, നമ്മുടെ മനസ്സിനെ വിട്ടുകൊടുക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ വിട്ടുകൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോ അങ്ങനെ ഒരു ജനറേഷൻ യേശുവിന്റെ ടൈമിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ ജനറേഷനിൽ പെടാത്തവരായി തീരണം. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നത് ട്രൂത്ത് ആയിട്ടുള്ള ഒരു ജനറേഷനാണ്, സത്യമായ ഒരു ജനറേഷനാണ്. അതിനുവേണ്ടി നമുക്ക് നിലനിൽക്കാൻ പറ്റണം. അറിഞ്ഞ ഒരു ട്രൂത്തിലും നമ്മൾ നിലനിൽക്കണം. ഞാൻ ആ വേർഡ്, വചനം, കർത്താവ് തുറന്ന ഒരു വചനത്തിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. വളരെ സിമ്പിളായി നമ്മൾ വായിച്ചു വിടുന്ന ഒരു വചനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനും ഒരുപാട് തവണ അതിനെ വായിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ അത് വായിച്ചു ഒരുപാട് തവണ അതിനെ വെറുതെ വായിച്ചു വിട്ട പല വചനങ്ങളും. ഞാനത് പറയുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, നിങ്ങള് ഒരു ബുക്ക്, ഒരു ലേഖനം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബൈബിളിലെ ഒരു ബുക്ക് വായിക്കുമ്പോൾ ഒരുപാട് തവണ ആ ബുക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. നിങ്ങൾ മൊത്തം ബൈബിൾ വായിച്ചു തീർക്കുന്നതിനേക്കാൾ ഒരു ബുക്കെങ്കിലും നിങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ മാത്രമേ ചിലത് നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. കാരണം ആ വചനത്തിന്റെ റെവലേഷനുകൾ തുറക്കാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോ അങ്ങനെ ഒരുപാട് തവണ വായിച്ചു വിട്ട ഒരു കാര്യം, പക്ഷെ അത് എവിടെയോ കർത്താവ് നമ്മളെ തൊടുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അറിഞ്ഞിട്ട്, പക്ഷെ പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം എന്തെങ്കിലും അതിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ചെയ്യട്ടെ. അത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലാണ് ആ വചനമുള്ളത്. 2 തെസ്സലോനിക്ക സഭയ്ക്ക് വേണ്ടി പൗലോസ് എഴുതുന്ന രണ്ട് ബുക്കുണ്ട്, 2 ലേഖനം, 2 കത്ത്. ആ 2 കത്തിലും പൗലോസ് വെളിപ്പെടുത്തുന്നത്, പൗലോസ് താൻ ആരാണ്, അല്ലെങ്കിൽ തൻ്റെ മിനിസ്ട്രി എന്താണ്, എന്താണ് യഥാർത്ഥ ഒരു ജീവിതം, ഈ മിനിസ്ട്രി എന്ന ജീവിതം എന്താണെന്ന് ഈ 2 ലേഖനത്തിലൂടെ വെളിപ്പെടുത്തണം. അതുപോലെ നിൽക്കുന്ന ഒരു സഭ കൂടിയാണ് തെസ്സലോനിക്ക സഭ എന്ന് നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. കാരണം അവരെ സംബന്ധിച്ച് അധികമൊന്നും കുറവൊന്നും പറയാനില്ല. പൗലോസ് ലേഖനങ്ങളിൽ വായിക്കുമ്പോഴും പൗലോസ് ഭയങ്കര ഹാപ്പിയാണ്. അവരെ പറ്റി സംസാരിക്കുമ്പോഴും അവരെ പറ്റി എഴുതുന്ന സമയത്തും അവരെ പറ്റി തിമത്യോസ് വന്ന് തന്നോട് പറഞ്ഞ സമയത്തൊക്കെ തനിക്ക് മനസ്സിലായി ഇവര് പറഞ്ഞ പോലെ നിൽക്കുന്ന ഒരു കൂട്ടരാണ് എന്ന് പൗലോസിന് മനസ്സിലായി. അപ്പൊ അത്രയും സന്തോഷത്തോടെ എഴുതുന്ന ഒരു കത്തായിരുന്നു 2 കത്ത്. അപ്പോ അദ്ദേഹം ഈ പറയുന്നത് മുഴുവനും മൊത്തത്തിലും ഈ കർത്താവിലുള്ള ഒരു ജീവിതത്തെ പറ്റിയാണ് താൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് 1-ാം ലേഖനത്തിലാണെങ്കിലും 2-ാം ലേഖനത്തിലാണെങ്കിലും ആ ഒരു പ്രത്യാശയെ പറ്റി, കർത്താവിനോട് ചേരാനുള്ള പ്രത്യാശയെ പറ്റിയൊക്കെയുള്ള അങ്ങനെയുള്ള ഒരു ലേഖനമാണ്. അത് കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു ആൻസം പാസ്റ്റർ ആണെന്ന് തോന്നുന്നു, ഞങ്ങളുടെ
ഒരു സമയത്ത് യൂത്ത് മീറ്റിംഗിന്റെ ആ ടൈമിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ശുശ്രൂഷയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു കോളിംഗ് ഉള്ള വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഈ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ ഒരുപാട് തവണ വായിക്കണം എന്ന് അദ്ദേഹം പറയാനിടയായി. അത് തെസ്സലോനിക്ക ലേഖനം അദ്ദേഹം പറഞ്ഞു, തീത്തോസിന്റെ ലേഖനം, തിമോത്തിയോസിന്റെ ലേഖനം എല്ലാം അത് അത് സത്യത്തിൽ പ്രസംഗിക്കാനുള്ള ലേഖനങ്ങളല്ല. സത്യത്തിൽ ഞാനത് വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്, അത് ഒരുപാട് പ്രസംഗിക്കാനുള്ള ലേഖനങ്ങളല്ല, അത് പക്ക ജീവിതം നമ്മളിൽ വെളിപ്പെടുത്തുന്ന ലേഖനങ്ങളാണ്. നമ്മുടെ ജീവിതം എന്തായിരിക്കണം, നമ്മുടെ ശുശ്രൂഷ എന്തായിരിക്കണം, യഥാർത്ഥ ശുശ്രൂഷ എന്താണ് എന്ന് കാണിക്കുന്ന എന്ന് തുറക്കുന്ന ഒരു കുറച്ച് ലേഖനങ്ങൾ അതെല്ലാം. അപ്പോ അതിലെ ഒരു ചില വാക്കുകൾ അല്ലെങ്കിൽ ചില പദങ്ങൾ മാത്രം കർത്താവ് ഇവിടെ തുറക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 വാക്യം, 11ഉം 12ഉം വാക്യങ്ങള് നമ്മുടെ ബൈബിളിലും നമ്മുടെ ട്രാൻസ്ലേഷനിൽ ഞാൻ ആദ്യം വായിക്കുക. നമ്മുടെ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ എഴുതിയിരിക്കുക, അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യരായി എണ്ണി സൽഗുണത്തിലുള്ള സകല താല്പര്യവും വിശ്വാസത്തിന്റെ പ്രവൃത്തിയും ശക്തിയോടെ പൂർണ്ണമാക്കി തരേണം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നു. അപ്പോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിന്റെ ഒരു പ്രയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. പൗലോസിന്റെ പല പ്രയറുകളും പല ലേഖനങ്ങളിൽ കാണാൻ പറ്റും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലുണ്ട്. പക്ഷെ ഇതിൽ സ്പെസിഫിക് ആയിട്ട് പൗലോസ് പറയാണ്, ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് എഴുതുന്നത്, തെസ്സലോനിക്കർക്ക് എഴുതുന്നത് തിമോത്തിയോസിനോടൊപ്പമാണ്, അതുപോലെ ശീലാസിനൊപ്പമാണ്. അവര് 3 പേര് ഒരുമിച്ചാണ് ഈ ലേഖനം എഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ പൗലോസിന്റെ പ്രയർ ആണ് ഈ 2 വാക്യങ്ങൾ. നമുക്ക് പൗലോസിന്റെ പല റെവലേഷനുകളും പല വചനങ്ങളും നമുക്ക് കുറച്ചെങ്കിലും പിടികിട്ടും. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ, അതിലും എനിക്ക് തോന്നുന്നു ആ പ്രാർത്ഥനകൾ കൊണ്ടാണ്, ആ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ കൊണ്ടാണ് ഇത്രയും കർത്താവ് അദ്ദേഹത്തിന് വേണ്ടി തുറന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. അദ്ദേഹം ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് തന്റെ ജീവിതത്തിൽ ആ പ്രാർത്ഥന നിവൃത്തിയായത് കണ്ടിട്ടാണ് അദ്ദേഹം ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് നമുക്ക് മനസ്സിലാവുന്ന വെച്ചാൽ അദ്ദേഹം ആ എഴുത്തിലുള്ള ഉറപ്പാണ്. അദ്ദേഹം എഴുതുമ്പോ അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സഭയിൽ വെളിപ്പെടും. കാരണം അതെന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ്. ഞാൻ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രയർ ചെയ്യുന്നത്. ഞാൻ അതിലൊരു ദൂതൻ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിൽ തുറക്കാത്തത് നമുക്ക് മറ്റാരിലും തുറക്കാൻ പറ്റില്ല. നമ്മളെ തൊടാത്തത് മറ്റാരും തൊടില്ല. നമ്മുടെ പ്രയറിൽ എന്റെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തുറക്കാത്തത് മറ്റൊരു വ്യക്തിയിൽ തുറക്കില്ല. ഇത് നമ്മളിലൂടെ തുറക്കില്ല. അപ്പൊ ആദ്യം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാല്, ആദ്യം ഈ പ്രയറിൽ തുറക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്. താൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമുക്ക് ഉറപ്പാണ്, ഒരു ചർച്ചിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ ലൈഫ് കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ ആ പ്രയറിന്റെ റിസൾട്ട് കൊണ്ടുവന്നിട്ടാണ് ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മൾ പലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞ ഈ ഏറ്റവും പേടിയുള്ള കാര്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രസംഗമാണ് ഏറ്റവും പേടിയുള്ള കാര്യം. സത്യത്തിൽ ഞാൻ എന്റെ പ്രസംഗിക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്നിൽ തൊടാത്തതും
എന്നിൽ തുറക്കാത്തതൊന്നും ഞാൻ പറയരുത്. എന്നിൽ തുറക്കാത്തത് എനിക്ക് നിങ്ങൾക്ക് തുറന്നു തരാൻ പറ്റില്ല. എനിക്ക് എന്റെ ലൈഫിൽ തൊടാത്തതിന് എനിക്ക് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റില്ല. ഈ ഒരു പ്രയർ എന്റെ അകത്തുണ്ട്. അത് കാരണം ഏറ്റവും ഭയത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ പൗലോസ് ആണെങ്കിലും തന്റെ ലൈഫിൽ ഇത് തുറന്നു. തന്റെ ലൈഫിൽ ഇത് തുറന്നുകൊണ്ടാണ് താൻ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ആ സഭയ്ക്ക് വേണ്ടി ഇത് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ പറയാണ്, ഞാനിത് നമ്മളിപ്പോ സാധാരണ വായിക്കുന്ന ഒരു വേർഷൻ ആണ് ഞാൻ വായിച്ചത്. എന്നാൽ അതിന് കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവുന്ന ഒരു വേർഷൻ ഉണ്ട്. ആ ആ ഒരു ബൈബിൾ വേർഷൻ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. അതിന്റെ 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ തെസ്സലോനിക്കർ 1ഉം 2ഉം ഇങ്ങനെ മാറി മാറി വായിച്ചുകൊണ്ടേയിരിക്കണം, കണ്ടിന്യൂ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കണം. പറ്റുവാണെങ്കിൽ അത് ഭയങ്കര നമ്മുടെ ചിന്തകളെ തന്നെ മാറ്റും, നമ്മുടെ ലൈഫിനെ മാറ്റുന്ന 2 ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ലേഖനം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക, ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം. 1-ന്റെ 11ഉം 12ഉം അത് മറ്റൊരു വേർഷനിൽ ഞാൻ വായിക്കുക. എന്നിട്ട് അതിലെ ചില പദങ്ങളെ മാത്രം നമുക്ക് പെട്ടെന്ന് ചിന്തിച്ച് പെട്ടെന്ന് പ്രാർത്ഥിക്കാം. അതിലെ 11ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകേണ്ടതിനും നന്മ പ്രവർത്തിക്കാനുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും വിശ്വാസത്താൽ പ്രചോദിതമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അവിടുത്തെ ശക്തിയാൽ പരിപൂർണമാക്കട്ടെ എന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ നിരന്തരം പ്രാർത്ഥിക്കുന്നു. പൗലോസിന്റെ പ്രയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ മേൽ ഇത് 3ഉം തുറക്കണം. അപ്പോ ഈ വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തുറന്നു വെക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ അത് എഴുതി വെച്ചു. ഞാനിങ്ങനെ എഴുതി വെച്ചത് ഇങ്ങനെയാണ്. ഒന്നാമത്തത്, ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം, ഇത് തുറക്കണം. ഇതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നമ്മൾ എത്ര പേര്, എനിക്ക് അറിഞ്ഞൂടാ എത്ര പേര് ഞാൻ എന്നെ പറയാ, ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ടോ എത്ര വർഷമായി എന്നെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ ഞാനാണെങ്കിൽ ഒരു 20, 24, 25 വർഷമാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന എപ്പോഴേലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം എന്നിൽ തുറക്കണം. അതൊരു ഭയങ്കര ലൈഫ് ചേഞ്ചിങ് പ്രാർത്ഥനയാണ് സത്യത്തിൽ. പലരും മിസ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം. കാരണം ദൈവത്തിന്റെ കോളിംഗ് എന്ന് പറയുന്നത് ഒരു ഹയർ കോളിംഗ് ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് ഹയർ ആണ്. അതിന്റെ സ്റ്റാൻഡേർഡ് നമ്മൾ മാനുഷികമായി ചിന്തിക്കുന്ന ഒരു സ്റ്റാൻഡേർഡും അല്ല ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിനെ നമുക്ക് അങ്ങനെ മിനിമൈസ് ചെയ്യാനും പറ്റില്ല. നമ്മുടെ മാനുഷിക ചിന്തയിലേക്ക് അതിനെ കൊണ്ടുവരാനോ അതിനെ കുറച്ചെടുക്കാനോ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡാണ് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ്. അപ്പൊ ആ സ്റ്റാൻഡേർഡിലേക്കുള്ള കോളിംഗ് എന്ന അതിന്റെ ഏറ്റവും അർത്ഥം, ആ യോഗ്യത അല്ലെങ്കിൽ ആ സ്റ്റാൻഡേർഡ്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിലേക്കുള്ള കോളിംഗ്, ദൈവത്തിന്റെ ആ ഒരു നിലവാരത്തിലേക്കുള്ള ഒരു കോളിംഗ് ആണ് നമ്മുടെ മേൽ വീണത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിൽ വിളിക്കപ്പെട്ട, അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ ലൈഫിന്റെ നിലവാരം എന്തായിരിക്കും? അതാണ് താൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം? അങ്ങനെ ഒരു ജീവിത നിലവാരം എന്തായിരിക്കും? എല്ലാരും പറയുമല്ലോ, നമ്മുടെ പിതാവിന് ഏറ്റവും നല്ല, നമ്മുടെ ഈ ഭൂമിയിലെ പിതാവിന് നല്ല ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ, നല്ലൊരു ബിസിനസ് ഉണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഭൂമിയിലുള്ള പിതാവെങ്കിൽ, അദ്ദേഹത്തിന്റെ മക്കളുടെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കും?
അവരുടെ ചിന്താഗതി എന്തായിരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആ അദ്ദേഹത്തോട് ഇങ്ങനെ ഈക്വലായി നിൽക്കുന്ന, സമമായി നിൽക്കുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കും ഈ കുഞ്ഞുങ്ങളുടേത്, ഈ മക്കളുടേത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം, ദൈവം എൻ്റെ പിതാവാണെങ്കിൽ ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ എനിക്ക് നിൽക്കണം, ആ നിലവാരം എൻ്റെ നിലവാരമാകണം, ആ ഒരു ജീവിതം എൻ്റെ ജീവിതമാണ്. അത് ദൈവത്തിന്റെ ജീവിതത്തെ പൂർണ്ണമായി പ്രദർശിപ്പിച്ചതാണ് നമ്മുടെ കർത്താവ്. താൻ അത് മുഴുവനായി പ്രദർശിപ്പിച്ചെങ്കിൽ അങ്ങനെ ഒരു ജീവിതമാണ്, അങ്ങനെ ഒരു കോളിങ്ങിലേക്കാണ്, അങ്ങനെ ഒരു ലൈഫിലേക്കാണ് നമ്മളെ കോൾ ചെയ്തിരിക്കുന്നത്, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലേക്കാണ് നമ്മളെ കോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. പൗലോസ്, ഞാൻ വിശ്വസിക്കുന്നു, താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിൽ ആ നിലവാരം തുറന്നിട്ടാണ് താൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്നിവിടെ പ്രസംഗിക്കുമ്പോൾ പോലും ഞാൻ, അല്ലെങ്കിൽ ഇത് പറയുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത് തുറക്കണം. ഇത് എന്നിൽ തുറക്കാതെ എനിക്ക് നിങ്ങൾക്ക് തുറന്നു തരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കരുണയാൽ ഇത് തുറക്കുമായിരിക്കും, പക്ഷെ നമ്മളിൽ ഓരോരുത്തരിലും തുറക്കണം. ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം, ആ സ്റ്റാൻഡേർഡിലേക്ക്, ആ ഹയർ സ്റ്റാൻഡേർഡിലേക്കുള്ള ജീവിതം, അത് നമ്മളുടെ ലൈഫിൽ തുറക്കണം. രണ്ടാമത് ആ വാക്യത്തിൽ തന്നെ താൻ പറയുന്ന ഒരു രണ്ടാമത്തെ പദം, നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടാവണം. നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം, എനിക്ക് തോന്നുന്നു അത് നമുക്കെല്ലാം അതുണ്ട്. പക്ഷെ താൻ ഇവിടെ പറയുന്നതിന്റെ ഏറ്റവും വലിയ സാരം, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ലിഫ്റ്റ് ചെയ്യാൻ. നന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി സമ്പാദിക്കുന്നതോ, അല്ലെങ്കിൽ അവരെ കെയർ ചെയ്യണം, അവരെ ലിഫ്റ്റ് ചെയ്യണം. പക്ഷെ എത്രത്തോളം നമ്മുടേതിനേക്കാളും നമുക്ക് മറ്റൊരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മളെ രക്ഷപ്പെടുത്തുന്നതിനേക്കാളും നമുക്ക് മറ്റൊരു വ്യക്തിയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും. പൗലോസൊക്കെ അങ്ങനെ ചിന്തിച്ച ഒരു വ്യക്തിയാണ്. താൻ ഇങ്ങനെ ലേഖനത്തിൽ പറയായിരുന്നു, എൻ്റെ രക്ഷ കളഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് അവരെ നേടാൻ പറ്റിയെങ്കിൽ എന്ന് താൻ പറയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിലും എൻ്റെ രക്ഷ പോയാലും എനിക്ക് വേറൊരാൾ രക്ഷപ്പെടുത്തണം, ഒരാളെ ലിഫ്റ്റ് ചെയ്ത് കയറ്റണം. ഇങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ അകത്ത്, ഈ തലമുറയിൽ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ അകത്ത് വേണം. നന്മ പ്രവർത്തിക്കാൻ, ലിഫ്റ്റ് ചെയ്യാൻ, മറ്റൊരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യാൻ. നമ്മൾ താന്നു പോയാലും, നമ്മൾ ബാക്കിലോട്ട് പോയാലും പ്രശ്നമില്ല, പക്ഷെ ഒരാളെ ലിഫ്റ്റ് ചെയ്ത് ഒരാളെ മുന്നിലേക്ക് കയറ്റാൻ നമുക്ക് പറ്റണം. നമ്മള് പരമാവധി ഓടിക്കയറാൻ ശ്രമിക്കുന്ന ഒരു ടൈമാണ്. നമ്മൾ സാധാരണ എല്ലാവരും പറയുന്നത് പോലെ ഒരു കോമ്പറ്റീഷൻ വേൾഡിലാണ് നമ്മൾ. സത്യത്തിൽ ആ കോമ്പറ്റീഷൻ എനിക്ക് തോന്നുന്നു ചർച്ചിലേക്കും അല്ലെങ്കിൽ ആത്മലോകത്തിലേക്കും അത് കയറി വന്നു എന്ന് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു കോമ്പറ്റീഷൻ എങ്ങനെ നമുക്ക് ഫ്രണ്ടിൽ എത്താവുന്നതാണ്. പക്ഷെ ഇവിടെ മറ്റൊരു വ്യക്തിയെ എങ്ങനെ ഫ്രണ്ടിൽ എത്തിക്കാം, മറ്റൊരു വ്യക്തിയെ എങ്ങനെ മുന്നിലേക്ക് കയറ്റിവിടാം. നമ്മൾ പിന്നിലാണെങ്കിലും നമ്മുടെ അവസരങ്ങളെ നഷ്ടപ്പെടുത്തി നമ്മൾക്ക് ഒരുത്തനെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് എങ്ങനെ പറ്റും, ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ഇതാണ് നന്മ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു വ്യക്തിയെ നമ്മളെക്കാളും ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നത് പോലെ ശ്രേഷ്ഠൻ എന്ന് എണ്ണാൻ നമുക്ക് പറ്റണം. അത് ക്രിസ്തുവിന്റെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. ആ ലേഖനത്തിൽ തന്നെ തൊട്ട് അടുത്ത വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടാവണം, അല്ലെങ്കിൽ ക്രിസ്തുവേശുവിലുള്ള മനോഭാവം നിങ്ങളിലും ഉണ്ടാവണം. എന്തായിരുന്നു തന്റെ മനോഭാവം? തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് താൻ മറ്റൊരാളെ എണ്ണി, അല്ലെങ്കിൽ തന്റെ കൂടെ നിന്നവരെ ലിഫ്റ്റ് ചെയ്ത് താൻ കയറ്റി
അവരെ എങ്ങനെയെങ്കിലും ഉയർത്താൻ ശ്രമിച്ചു, അവരെ എങ്ങനെയെങ്കിലും കവർ ചെയ്യാൻ ശ്രമിച്ചു, അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്യാമോ അത്രത്തോളം സപ്പോർട്ട് ചെയ്തു. പത്രോസ് താൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ സമയത്തും യേശു കർത്താവ് ഭയങ്കര സ്നേഹത്തോടെ ആ മനുഷ്യനെ നോക്കി. ആ നോട്ടമാണ് തൻ്റെ ലൈഫിനെ തിരിച്ചത്. യേശു കർത്താവ് അതിനു മുമ്പ് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നേരി കണ്ട വ്യക്തിയാണ് പത്രോസ്. അല്ലെങ്കിൽ അത്രയും അത്ഭുതങ്ങൾ കണ്ട വ്യക്തിയാണ്, അത്രയും വചന വെളിപ്പാടുകൾ ലഭിച്ച വ്യക്തിയാണ്. പക്ഷെ തൻ്റെ ജീവിതത്തെ ചേഞ്ച് ചെയ്തത് യേശുവിന്റെ ആ നോട്ടമായിരുന്നു. താൻ തള്ളിപ്പറഞ്ഞതിന് ശേഷം യേശു കർത്താവ് നോക്കിയ നോട്ടമാണ് പത്രോസിനെ ചേഞ്ച് ചെയ്തത്. പത്രോസിന്റെ ലൈഫിനെ തിരിച്ചത് ആ നോട്ടമായിരുന്നു. അപ്പോ നമുക്ക് ചിന്തിക്കുക, ആ നോട്ടം എങ്ങനെയുള്ള നോട്ടമായിരുന്നു? ഒരിക്കലും ഒരു ദേഷ്യത്തോടുള്ള നോട്ടമല്ലായിരുന്നു, അതൊരു സ്നേഹത്തോടെയുള്ള നോട്ടമായിരുന്നു. എങ്ങനെയെങ്കിലും ഇവൻ കേറിപ്പോണം, ഇവൻ ഇവിടെ വീണു പോകരുത് എന്ന നോട്ടമായിരുന്നു. അപ്പൊ ഇത് യേശു കർത്താവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം. ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. നമുക്ക് കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പല അവസരങ്ങളും നിഷേധിക്കപ്പെട്ടാലും മറ്റൊരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യണം. ഇത് സത്യത്തിൽ ഈ കോമ്പറ്റീഷൻ വേൾഡിൽ ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. ഇതാരും പഠിപ്പിക്കാൻ തുനിയാത്ത കാര്യമാണ്. എല്ലാവരും പഠിപ്പിക്കുന്നതും എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യുന്നതും നിങ്ങൾ എങ്ങനെ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നിങ്ങൾ കയറിപ്പോണം എന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. അത് തന്നെ, അത് ലോകത്തിലെ പറയുന്ന കാര്യമാണല്ലോ, അത് തന്നെ പലപ്പോഴും നമ്മുടെ ആത്മലോകത്തിലും കയറിപ്പോയിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ സത്യം അതല്ല. ട്രൂത്ത് നമ്മൾ ഈ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ മറ്റൊരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യണം. മറ്റൊരു വ്യക്തിക്ക് ചിലത് കൈമാറാൻ നമുക്കുണ്ടായിരിക്കണം. അവൻ വീഴുകയാണെന്ന് തോന്നുന്ന സമയത്ത് അവനെ താങ്ങാൻ പറ്റും. പരിശുദ്ധാത്മാവ് ഇതൊക്കെ നമ്മൾ തുറക്കണം. ഇത് തുറക്കാൻ വേണ്ടിയാണ് പൗലോസ് തന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് വിശ്വസിക്കുന്നത്. ഞാൻ ഇതിനോട് ചേർത്ത് ആ ദൂത് ചേർത്ത് പ്രാർത്ഥിച്ച് പറയുകയാണ്, നമുക്ക് അനേകരെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, അനേക തലമുറകളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, അനേക കുഞ്ഞുങ്ങളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ, അനേക മാതാപിതാക്കളെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. ബാക്കിലായി പോയവര്, കുറെ പിന്നിലേക്ക് പോയവരെ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. നമ്മുടെ ടൈം നഷ്ടപ്പെടുമായിരിക്കും, നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമായിരിക്കും, നമ്മുടെ പണം നഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ ഇതെല്ലാം മറ്റൊരുവനെ ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ എന്തും നമ്മുടെ നഷ്ടപ്പെടുത്തിയാലും, നമ്മുടെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോഴും വേറൊരു വ്യക്തിയെ അതിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഭയങ്കരമായി ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവസാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. അങ്ങനെ ഒരു ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഉണ്ടാവണം. ഒരു വ്യക്തി, അങ്ങനെയുള്ള കുറെ ലീഡേഴ്സ് എഴുന്നേൽക്കട്ടെ. നമ്മൾ അങ്ങനെ ഒരു ലീഡറായി മാറണം, ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ലീഡറായി. അതാണ് നന്മ പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് പൈസ കൊടുക്കുന്നതല്ല, നമ്മൾ ഓടി എന്ന് വരുത്തുന്നതിലല്ല, നമ്മൾക്ക് മറ്റൊരുവന് ഒരു ഫീൽഡ് ഉണ്ടാക്കി കൊടുക്കാൻ, മറ്റൊരുവന് ഓടാൻ പറ്റുന്ന ഒരു പവർ കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ എവിടെയെങ്കിലും നമ്മൾ തളർന്നു പോയാലും ഒരുവനെ ശക്തിപ്പെടുത്താൻ നമുക്ക് പറ്റണം. പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന സമയത്ത്, തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ അതിൽ നമുക്ക് മനസ്സിലാവും, ഈ തിമോത്തിയോസ് പേടിച്ചിരിക്കുകയാണ്. കാരണം പൗലോസ് ജയിലിലാണ്. അപ്പോ തിമോത്തിയോസിന് മനസ്സിലായി താൻ മിനിസ്ട്രിയിലാണ്. തൻ്റെ ആത്മീയ പിതാവായ പൗലോസ് ശക്തമായ മിനിസ്ട്രി ചെയ്ത വ്യക്തിയാണ്. പക്ഷെ താൻ ഇന്ന് ചെയ്യില്ല. അപ്പൊ തിമോത്തിയോസിന് മനസ്സിലായി, മിക്കവാറും എൻ്റെ അവസ്ഥ ഇതായിരിക്കും, മിക്കവാറും ഞാനും
ചെല്ലുന്ന മേഖല ഇതായിരിക്കും എന്ന് താൻ ചിന്തിക്കുന്ന സമയത്ത് പൗലോസ് പറയാണ്, നിന്റെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെയാണ്. താൻ പറയാണ്, എനിക്ക് വന്നതല്ല നിനക്ക് വരാൻ പോകും, നിനക്കുള്ളത് വ്യത്യസ്തമായ ഒരു തലമാണ്, നിനക്കുള്ളത് വ്യത്യസ്തമായ ഒരു പ്രതലമാണ്. നീ അതിൽ ജീവിക്കണം, നീ അതിൽ തുടരണം എന്ന് താൻ അവനെ എങ്ങനെ ശക്തിപ്പെടുത്തുകയാണ്, അവനെ ലിഫ്റ്റ് ചെയ്യണം. ഇതുപോലെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം. പൗലോസ് ആ മനുഷ്യനെ, തിമോഥെയോസിനെ ലിഫ്റ്റ് ചെയ്യുന്നത് ജയിലിൽ കിടന്നിട്ടാണ്. സത്യത്തിൽ നോക്കുമ്പോ ഒരു പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്ന് മറ്റൊരുത്തനെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവെ കുറെ പേരെ ലിഫ്റ്റ് ചെയ്യാം, കുറെ പേരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റണം. നമ്മൾക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് നമുക്ക് ആ മുന്നിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും വ്യത്യസ്തമായി മറ്റുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, വിശ്വാസത്താൽ പ്രചോദിതമായ പ്രവർത്തനം എന്ന് പറഞ്ഞ നമ്മുടെ അകത്ത് വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് നമ്മളെ മക്കളാക്കി. ഈ വിശ്വാസത്തിന്റെ യഥാർത്ഥ പ്രത്യേകത, ഈ വിശ്വാസത്തിന് നമ്മളെ പ്രചോദിപ്പിക്കാൻ പറ്റും. ഈ വിശ്വാസത്തിന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഈ നമ്മുടെ അകത്ത് കിട്ടിയ വിശ്വാസത്തിന് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരു നിങ്ങളുടെ അകത്തുനിന്ന് തന്നെ നിങ്ങൾക്കൊരു ശക്തി ലഭിക്കുന്നതാണ് ഈ വിശ്വാസം. പുറത്തുനിന്ന് ആരെങ്കിലും പറയുമ്പോ കിട്ടുന്ന ഒരു ശക്തി മാത്രമല്ല, അതിന് പരിധിയുണ്ട്, അതിന് പരിമിതിയുണ്ട്. പക്ഷെ നമ്മുടെ അകത്തുള്ള വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നെങ്കിൽ, നമ്മളെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസമാണ് നമ്മുടെ അകത്തുള്ള വിശ്വാസം. നമ്മൾ ഇന്ന് പൗലോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ അകത്തുള്ള വിശ്വാസം അതെന്നെ പ്രചോദിപ്പിക്കണം. ആ പ്രചോദനത്തിൽ പല കാര്യങ്ങൾ, പല ദൗത്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആ വിശ്വാസം നൽകുന്ന പ്രചോദനമാണ് നമ്മൾ ഇന്ന് കാണുന്ന പല പ്ലാറ്റ്ഫോമുകളും, പല മിനിസ്ട്രികളും, പല അഭിഷിക്തന്മാര് ശക്തമായി ഉപയോഗിക്കപ്പെടുന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ശക്തമായ മിഷണറിമാരും അവരൊക്കെ ഈ വിശ്വാസത്തിന്റെ പ്രചോദനത്തിൽ നിന്ന് പ്രവർത്തിച്ചവരാണ്. അപ്പോ വിശ്വാസം നമ്മളെ പ്രചോദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കാനും പറ്റണം. എന്താണ് എന്നിൽ വ്യത്യസ്തമായിട്ട് ആ വിശ്വാസം തുറക്കുന്നത്, അതിനെ എനിക്ക് ചെയ്യാൻ പറ്റണം. അതിന് ചെയ്യാനുള്ള ഒരു ആഗ്രഹം നമുക്ക് വേണം. അല്ലാതെ മറ്റൊരു വ്യക്തി ചെയ്തു, അല്ലെങ്കിൽ കുറെ നാളായി ചെയ്തു വരുന്ന ഒരു കാര്യം ചെയ്യണമെന്നല്ല. നമ്മുടെ ഉള്ളിൽ വ്യക്തിപരമായി കിടക്കുന്ന വിശ്വാസത്തിന് വ്യത്യസ്തമായ ചിലത് നമ്മുടെ ഉള്ളിൽ തുറക്കാനും അതിനെ പ്രവർത്തിപ്പിക്കാനും നമുക്ക് പറ്റും. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്ന, ഞാൻ ഈ 3 കാര്യങ്ങളെ ഞാൻ ഇവിടെ തുറന്നു വെക്കുകയാണ്. ഇതൊരു പ്രാർത്ഥനയാണ്. ഇത് ശക്തമായ ഒരു പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് താൻ ഓരോ ലേഖനങ്ങൾ എഴുതുമ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും, ഓരോ സഭകൾക്ക് പ്രാർത്ഥിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത് തുറന്നു കഴിഞ്ഞിട്ടാണ് താൻ ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്ന് നമ്മള് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓടുന്നവരാണ്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കണം, നമ്മുടെ ലൈഫ് ഇത് തുറക്കണം. അത് തുറന്ന ഒരു ചെറിയ കൊച്ചു കാര്യമാണ്, ഒരു മുട്ടുസൂചിയാണ് നമ്മളെ ലൈഫിൽ തുറന്നതെങ്കിലും
നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് അത് തുറക്കാൻ പറ്റും, മറ്റൊരു വ്യക്തിയിലേക്ക് അത് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ സ്ട്രഗിൾ ചെയ്യും, പക്ഷെ നമുക്ക് ഒരു വ്യക്തിയിലേക്ക് ഒന്നും ചലിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് വിശ്വസിക്കുകയാണ്, കർത്താവ് നമ്മുടെ മേൽ അതുപോലെ ചെയ്യണം, പരിശുദ്ധാത്മാവ് അതുപോലെ ചെയ്യും. ഈ 3 പദങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകരുത്. നമ്മുടെ പ്രയറിൽ നിന്ന് എനിക്ക് തോന്നുന്നു പുതിയൊരു പ്രാർത്ഥന നമുക്ക് ഇവിടെ കിട്ടുകയാണ്. ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം തരണം, നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം തരണം, വിശ്വാസത്താൽ പ്രചോദിതമായി പ്രവർത്തിക്കാനുള്ള പവർ തരണം, ശക്തി. അവിടെ ദൈവം അവിടുത്തെ ശക്തിയാൽ നിങ്ങളെ ഇതൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പ്രാർത്ഥനയുടെ റിസൾട്ട് ഞാൻ വിശ്വസിക്കുന്നു താൻ ആ ചർച്ചിൽ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെയെങ്കിൽ തൻ്റെ ലൈഫിൽ കണ്ടത് താൻ തൻ്റെ ആ സഭയിൽ കണ്ടു. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വചനം വായിച്ചെങ്കിൽ, ഈ തിരുവഴുത്ത് കർത്താവ് നമുക്ക് തുറന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കണം, ഈ പ്രയറിന്റെ റിസൾട്ട് എൻ്റെ ലൈഫിൽ സംഭവിക്കണം, ഈ പ്രയറിന്റെ റിസൾട്ട് എൻ്റെ ഫാമിലിയിൽ സംഭവിക്കണം, എൻ്റെ ചർച്ചിൽ സംഭവിക്കണം, ഓരോ ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ഇത് സംഭവിക്കണം. എന്നിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് നിങ്ങൾ കേട്ടിട്ട് ഇത് ആർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ദൈവമേ അവന് യോഗ്യമായ ഒരു ജീവിതം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കരുത്. ആ വ്യക്തിക്ക് നന്മ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കരുത്. ഇതാദ്യം എന്നിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. തുറന്നു കഴിഞ്ഞാൽ സിമ്പിളായി മറ്റൊരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾക്ക് തുറക്കാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട. ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ മേൽ തുറക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനിവിടെ വെച്ചത് ക്ലോസ് ചെയ്യാണ്. ഞാൻ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര പേര് ഇതിനെ എങ്ങനെ ഗ്രഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ കർത്താവ് എന്തോ ഇതിലൂടെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതിലൂടെ കർത്താവ് തൊടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങളും അറിഞ്ഞ വചനങ്ങളും അറിഞ്ഞ സത്യങ്ങളൊക്കെ നമ്മുടെ മുകളിൽ തുറക്കണം, നമ്മുടെ ജീവിതത്തിൽ തുറക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ 3 പദങ്ങളെ നമുക്ക് മനസ്സിലായെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കണം, അതിന് ദൈവശക്തിയെ ആശ്രയിക്കണം. അതിന് നമ്മുടെ കഴിവിനെ ആശ്രയിക്കരുത്, നമ്മുടെ ബുദ്ധിയെ ആശ്രയിക്കരുത്, നമ്മുടെ ലോജിക്കിനെ ആശ്രയിക്കരുത്, നമ്മുടെ ശക്തിയല്ല ദൈവത്തിന്റെ ശക്തിയെ ആശ്രയിക്കണം. അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ അത് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ മേൽ തുറന്ന ഈ വചനത്തിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അതിനെ ഞങ്ങൾ അതുപോലെ ഓണർ ചെയ്യുന്നു. ഈ വചനം പൗലോസിന്റെ മേൽ തുറന്ന വചനമാണ്. തൻ്റെ ലൈഫിൽ തുറന്നത് താൻ ഒരു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇത് തുറന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ സഭയായ ഞങ്ങളിൽ, കുടുംബമായ ഞങ്ങളിൽ, വ്യക്തിപരമായ ഞങ്ങളിൽ ഇത് തുറക്കണമേ. ഈ 3 ഞങ്ങളുടെ മേൽ തുറക്കണമേ. യോഗ്യമായ ജീവിതം, ദൈവവിളിക്ക് യോഗ്യമായ ജീവിതം തുറക്കണം. മറ്റൊരു വ്യക്തിയെ ലിഫ്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഞങ്ങളുടെ ഉള്ളിൽ തുറക്കണം. വിശ്വാസം ഞങ്ങളിൽ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളെ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റണം. ഇത് 3 ഞങ്ങളുടെ ലൈഫിൽ തുറക്കട്ടെ. പരിശുദ്ധാത്മാവെ, അങ്ങ് ഈ വചനത്തിലും ഞങ്ങളിലും പരിവർത്തിക്കണമേ. പരിശുദ്ധാത്മാവ് ചലിക്കണമേ. ഇതിവിടെ നിൽക്കുന്നതല്ല, ഇവിടെ നിർത്തുന്നതല്ല, ഇത് ഇവിടെ നിന്ന് ചലിച്ചു തുടങ്ങുന്നതാണ്. ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ചലിക്കട്ടെ. ഓരോരുത്തരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഞങ്ങൾ
ആരംഭത്തിൽ കേട്ടതുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ. സത്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രീഡം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിക്കട്ടെ. അതിന്റെ ശാരീരികമായ ഫ്രീഡം അനുഭവിക്കട്ടെ, മാനസികമായ ഫ്രീഡം അനുഭവിക്കട്ടെ, ഭൗതികമായ ഫ്രീഡം അനുഭവിക്കട്ടെ, ഫാമിലിയിൽ ആ ഫ്രീഡം അനുഭവിക്കട്ടെ, ദേശത്തിൽ ആ ഫ്രീഡം അനുഭവിക്കട്ടെ. അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. ഈ വചനം തുറന്നതിനായി നന്ദി. ഈ സത്യം ഞങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതിൽ നിലനിൽക്കാൻ അങ്ങ് കൃപ നൽകണം. എല്ലാ മഹത്വവും പിതാവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. താങ്ക് യു. God bless you. Shalom. 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 Praise the Lord.